സാഹസിക ടൂറിസം ഓപ്പറേറ്റർമാർ സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഒമാൻ ടൂറിസം മന്ത്രാലയം. സന്ദർശകരുടെ സുരക്ഷയിലും പ്രകൃതിദത്ത സൈറ്റുകൾ സംരക്ഷിക്കുന്നതിനും അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് ആവശ്യമാണെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. സാഹസിക ടൂറിസം ഓപ്പറേറ്റർമാർ നിയന്ത്രണങ്ങൾ പാലിക്കുന്നത് നിർബന്ധമാണെന്നും നിയമപരമായി ബാധകമാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. അംഗീകൃത മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ നിയമ നടപടി നേരിടേണ്ടി വരും. ടൂറിസം പ്രവർത്തനങ്ങളെയും പരിസ്ഥിതി സംരക്ഷണത്തിനെയും നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രകാരമായിരിക്കും നടപടി. റോക്ക് ക്ലൈംബിംഗ്, ഹൈക്കിംഗ്, മറ്റ് ഔട്ട്ഡോർ അനുഭവങ്ങൾ തുടങ്ങിയ സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾ സുരക്ഷിതവും ഉത്തരവാദിത്തോടെയും നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പങ്കെടുക്കുന്നവരുടെ സുരക്ഷയും ഒമാന്റെ പരിസ്ഥിതി സംരക്ഷിക്കാനും ഈ നിർദ്ദേശം ലക്ഷ്യമിടുന്നു. സ്വകാര്യ ഭൂമിയിലോ സർക്കാർ സ്വത്തിലോ ഏതെങ്കിലും സാഹസിക പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് ഓപ്പറേറ്റർമാർ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ രേഖാമൂലമുള്ള അനുമതി തേടിയിരിക്കണം. കയറുകൾ, സിപ്ലൈൻ ഇൻസ്റ്റാളേഷനുകൾ, ക്ലൈംബിംഗ് ഗിയർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ സാഹസിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതിന് മുമ്പ് യോഗ്യതയുള്ള അധികാരികൾ പരിശോധിച്ച് അംഗീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. സാഹസിക സ്ഥലങ്ങളിൽ നിലവിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ മാറ്റുകയോ കേടുവരുത്തുകയോ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കാരണം അത്തരം പ്രവർത്തനങ്ങൾ സന്ദർശകരെ അപകടത്തിലാക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്.